മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. അബൂജഹൽ വിശ്വാസിയാണ്. മുഅ്മിനല്ലവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. ഇതാണ് പേരോട്. മനസ്സിലായില്ലേ? മൂപ്പരിവിടെ നാദാപുരത്ത് ഈ ഖണ്ഡന പ്രസംഗത്തിലൊക്കെ സ്ഥാപിച്ചു കൊണ്ടുവന്നത് എന്താണെന്നറിയോ? മൗലവി അബൂജഹലിനെ സത്യവിശ്വാസിയാക്കി മോമിനാക്കി എന്ന് പറയാനാ. അത് പറയാൻ കൊണ്ടുവന്നപ്പോ ആദ്യം തന്നെ നാവും ഒരു പിടുത്തം. എന്താ ഒരു കൊന്നി നാക്കിന്? അബൂജഹിൽ വിശ്വസിയാണ്. എന്തെത്തിയാ പറയത്ത്? എന്ത്? ഞാൻ അബൂജഹിലിനെ മോമിനാക്കിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങളെ വാദ്യം? അപ്പൊ നിങ്ങൾക്ക് സത്യവിശ്വാസിനാണ് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ എന്തിനാ സായിൽ നിർത്തിയത്? കള്ളത്തരം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ചോദിച്ചു, എന്തേ സായിൽ അവസാനിപ്പിച്ചത്? സാ കഴിഞ്ഞിട്ട് എന്തേ ഒരു വിഴുങ്ങൽ? സത്യവിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേരോടെ എന്തിന് നിങ്ങൾ മടിക്കണം? അതങ്ങ് പറഞ്ഞൂടെ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം ഉരിയാടാതെ ഇപ്പോഴും വന്നിട്ട് പറയുന്നത് എന്താണ്? മൗലവി അബൂജഹലിന്റെ മദ്ഹ് പറയാൻ വന്നതാണ്. രാധാപുരത്തേക്ക് ഞാൻ വരുന്നത് എന്തിനാണ്? അബൂജഹലിന്റെ മദ്ഹ് പറയാൻ. കള്ളം പറയുന്നതിൽ ലവലേശം മടിയില്ലെങ്കിൽ ഇനിയും തുടർന്നോളൂ, വിരോധമില്ല. പക്ഷേ അന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ അത് മദ്ഹാണോ? നിങ്ങളുടെ വീക്ഷണത്തിൽ അത് അബൂജഹലിന്റെ മദ്ഹാണോ? അബൂജഹൽ കാഫിർ തന്നെയാണ്, മുശ്രിക്ക് തന്നെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മദ്ഹാണോ? നിങ്ങളുടെ വീക്ഷണത്തിൽ കാഫിർ എന്ന് വിളിക്കലാണോ മദ്ഹ് പറയൽ? മുശ്രിക്ക് എന്ന് വിളിക്കലാണോ മദ്ഹ് പറയൽ? ലഅനത്തുള്ള ചൊല്ലലാണോ മദ്ഹ് പറയലെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്നാ ഞാൻ അബൂജഹലിന്റെ മദ്ഹായിട്ട് പറഞ്ഞതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഞാൻ അബൂജഹലിന്റെ മദ്ഹ് എന്തൊക്കെ പറഞ്ഞു എന്ന് കേൾപ്പിച്ചേ. ഞാൻ തന്നെ പറയാം. അബൂജഹൽ മുഅ്മിൻ എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല. ഫിർഔനും കടന്നു വന്നിട്ടില്ല. അവരൊക്കെ കടുത്ത മുശ്രിക്കുകളും കാഫിറുകളുമായി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ തന്നെ ലഅനത്തിന് വിധേയമായ നിലക്ക്, ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് പറയാവുന്ന നിലക്ക്, ശാപകോപത്തിന് വിധേയരായ നിലക്ക് തന്നെയാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്ന് അവരുടെ ജീവൻ പോയത്. കണ്ടോ? ഇതാപ്പ മദ്ഹ്, അബൂജഹലിന്റെ മദ്ഹ് അപ്പൊ കേട്ടത്. ശാപകോപത്തിന് വിധേയനായി ലഅനത്തുല്ലാഹി അലൈഹി ശാപത്തിന് വിധേയനായിട്ടാണ് അബൂജഹൽ ഈ ലോകത്തിന് ജീവൻ പോയത് എന്ന് പറയാ എന്റെ പ്രസംഗത്തിൽ. എന്നിട്ട് മൂപ്പർ ഇവിടെ വന്നിട്ട് പറയാം മൗലവി ഇവിടെ വന്നത് അബൂജഹലിന്റെ മദ്ഹ് പറയാനാണ്. അപ്പൊ പേരോടിന്റെ കണക്കിൽ മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കാഫിർ എന്ന് വിളിക്കുക, മുശ്രിക്ക് എന്ന് പറയാ, അയാൾ മരിച്ചു പോയപ്പോ അള്ളാന്റെ ലഅനത്ത് കിട്ടിയിട്ട് അവിടുന്ന് ജീവൻ പോയത് എന്ന് പറയാ. ഇതൊക്കെയാണ് മദ്ഹ് അല്ലേ? നിങ്ങളൊക്കെ ഉസ്താദുമാരെങ്ങനെ മദ്ഹ് പറയല്? അതെ ആണോ? അപ്പൊ നിങ്ങളെ മദ്ഹ് ഒക്കെ എങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞ മദ്ഹ് ഇത് അബൂജഹലിന്റെ മദ്ഹ് ആണെങ്കിൽ അത് നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ മഹാന്മാരെ മദ്ഹ് പറയാറല്ലേ? ഒരക്ഷരം അതിനെപ്പറ്റി പറയാതെ തിരിച്ച് എന്നോടെന്ന പോലെ ഒരു ചോദ്യമല്ലേ ചോദിച്ചത് ലോകത്തുള്ള ഇമാമീങ്ങളോടാണ്. ഇമാമീങ്ങളോടാ ചോദിച്ചത്, അള്ളാഹിനോടാണ് ചോദിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് ചോദിക്കുന്നത്, സ്വഹാബത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്, മുഫസ്സിരീങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്, ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരെയാണ് ചോദ്യം ചെയ്യുന്നത്. അതെന്താ? ഞാനിവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പറഞ്ഞു, അബൂജഹലിനും അവൻ അള്ളാനെ അംഗീകരിച്ചവനാണ്, അള്ളാനെ അറിഞ്ഞവനാണ്. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടാവുന്ന നിലക്കുള്ള ആ നിലക്കുള്ളവരെ ഈമാനിലെത്തുന്ന നിലക്ക് അബൂജഹലിന് വിശ്വാസമുണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ വസ്തുതക്കെതിരെ പ്രസംഗിച്ചപ്പോ സുദീർഘമായി പറയേണ്ടി വന്നു. എന്തിനാ അത് പറഞ്ഞത്? ഇവർക്കുണ്ടൊരു വിശ്വാസം എന്ത്? അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ സൃഷ്ടികളോടും ചോദിക്കാമെന്നല്ലേ ഇവര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കുള്ള വാദം എന്താണ്? അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുണ്ട്, അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അടിമകൾക്കോ അള്ളാഹ് കൊടുക്കുന്ന കഴിവേയുള്ളൂ. ആ ധാരണയോടെ വിളിച്ചാൽ ശിർക്ക്
ശിർക്കില്ലെന്ന് ഇവിടെ സ്ഥാപിച്ചപ്പോഴാണ് അടിസ്ഥാനപരമായ വിഷയം എന്ന നിലക്ക് പറഞ്ഞത്. എങ്കിൽ മുസ്ലിയാരേ, അറേബ്യൻ ജനതയും അള്ളാനെ ഒരു നിലക്ക് അംഗീകരിച്ചവര് തന്നെയല്ലേ? അവരും അള്ളാഹ്ക്ക് വേണ്ടി നടറവ് നടത്തിയിട്ടില്ലേ? അവരും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നപ്പോ ആ ഓരോ കാര്യങ്ങൾ ഹദീസ് ഉദ്ധരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ഓതിയിട്ടാ പറഞ്ഞത്, അതുപോലെ തന്നെ കിതാബുകളിൽ നിന്നാ വായിച്ചത്. ഓരോന്നോരോന്ന് ചോദിച്ചപ്പോ